ഹായ്, നമസ്കാരം. ഞാനങ്ങനെ ഖത്തറിൽ നിന്ന് ദുബായിലേക്കുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ അതല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നുമല്ല പറയാൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ അറിയുന്നുണ്ട് നാട്ടിലെ ക്രിസ്മസ് കരോൾ വാർത്തകളുമൊക്കെ. ഞാൻ ഓർക്കുകയായിരുന്നു, എനിക്ക് ഒരു മതത്തോടും പ്രത്യേകിച്ച് മമതയോ വിദ്വേഷമോ ഇല്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ തന്നെ കാണുന്നു, അത്രയുമേ ഉള്ളൂ. അപ്പോൾ കരോളായിക്കോട്ടെ, അത് നബിദിന പ്രകടനം ആയിക്കോട്ടെ, ചതയദിന പ്രകടനം ആയിക്കോട്ടെ, ഓണാഘോഷം ആയിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം ആയിക്കോട്ടെ, എല്ലാം വരുമ്പോൾ ഞാൻ ഓർക്കണത് ഈ ജർമ്മനിയിലും യൂറോപ്പിലും നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരു വർഷം 1,00,000 പേര് കടന്നു വിട്ട് രക്ഷപ്പെട്ടു പോകുന്നവർ. ഒരു വർഷത്തെ ജനസംഖ്യ, കുട്ടികളുടെ ജനസംഖ്യ പുതിയത് ഉണ്ടാകുന്ന 4 ലക്ഷമാണ്. അതിൽ 4-1 പേരാണ് വിട്ടുപോകുന്നത്. അപ്പോൾ അതൊരു വലിയ ഇതാണ്. ബാക്കി പലരും എല്ലാവരും സ്വപ്നമാണ് എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതിന് കാരണം, ഞാനിപ്പോൾ ജർമ്മനിയിലേക്ക് ഇരിക്കുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ പോലും ഓൺ ചെയ്യാൻ പറ്റില്ല. ആ ശബ്ദം പോലും, വാഷിംഗ് മെഷീൻ്റെ ശബ്ദം പോലും അവരെന്നെ ശല്യം ചെയ്യരുത്. ഞായറാഴ്ചകളിൽ ഒരു ശബ്ദം ഉണ്ടാവാൻ പാടില്ല. ഒരാളെ പോലും ശബ്ദം കൊണ്ട് പോലും മറ്റൊരുവനെ ശല്യം ചെയ്യരുത് എന്നുള്ളത്. അതാണ് സിവിക് സെൻസിൻ്റെ ഉയർന്ന മാനവിക ബോധം. അതൊന്നും ഇല്ലാത്തവരോടാണ് ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറിപ്പോകുമെന്നറിയാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കരോള് ഇറങ്ങുമ്പോഴും എല്ലാം ആ രാത്രിയിലെ ഉറക്കം കളഞ്ഞാണ്. അതിനി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടനമായാലും, അത് ഏത് ചതയദിനമായാലും, ഏത് ജാതിയുടെ ആയാലും എല്ലാം അതെ. ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് കുറച്ചുകൂടി സൗമ്യമായിട്ടാക്കാം. ഇനി നിങ്ങൾക്ക് മത്സരിക്കണമെങ്കിൽ ആ തെരുവുകളൊന്നും വൃത്തിയാക്കിക്കൊണ്ട്, ആ വഴുക്കുകൾ മാറ്റിക്കൊണ്ട് അങ്ങനെയാവട്ടെ നമ്മുടെ മത്സരങ്ങൾ. അതിനു പകരം വെറുതെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയക്കാരുമെല്ലാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മതവും രാഷ്ട്രീയവും രണ്ടും വിഷങ്ങൾ തന്നെയായിട്ട് മാറാതിരിക്കട്ടെ. ഇപ്പം നിലവിൽ നടക്കുന്ന അതാണ്. അതിനു പകരം വൃത്തിയാക്കിക്കൊണ്ട് നാടിനെ വൃത്തിയാക്കാനായിക്കോട്ടെ ആ മത്സരം. നിങ്ങൾ പോകുന്ന ഓരോ പ്രകടനം കഴിയുമ്പോൾ അവിടെ വലിച്ചെറിയപ്പെടുന്ന ആ ഓരോ പ്രകടനക്കാർക്കും കിട്ടുന്ന ഓരോ പേപ്പർ കപ്പുകളും മറ്റേതും പ്ലാസ്റ്റിക് കപ്പും പ്ലാസ്റ്റിക്കിലെ ഊണും മറ്റേതും എല്ലാമായിട്ട് വലിച്ചെറിയപ്പെടും. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ എറണാകുളത്ത് ഇത് പറയുമ്പോൾ വലിയ സംഭവമായിട്ട് വരുന്നതാണ് അഡ്വക്കേറ്റ്സിൻ്റെ എൻറോൾമെൻറ്റ് കഴിഞ്ഞെടുത്ത്. അതെൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയാൽ കാണാം. ഞാൻ ഞെട്ടിപ്പോയി. ഈ കുട്ടികളാണ് നാളെ നമ്മളെ ഈ നിയമത്തെ നിർമ്മിക്കുന്നവരും നിയമത്തെ നിയന്ത്രിക്കുന്നവരും. അവരുടെ അത്രയും കുട്ടികളാണ് നന്നാക്കേണ്ടവരെന്ന് വരുന്നെടുത്ത് അവരുടെ എൻറോൾമെൻറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന ചപ്പ് അവറുകൾ അവർക്ക് കിട്ടിയത്. അപ്പം ആരും ഭേദമാണെന്നല്ല പറയുന്നത്. അത് കഴിഞ്ഞതിനെ കുറ്റം പറയല, ആരെയും കുറ്റം പറയലല്ല. നമുക്കിതെല്ലാം മാറ്റിയിട്ട് നാടിനെ വൃത്തിയാക്കാൻ, അതിലാകട്ടെ നമ്മുടെ മത്സരങ്ങൾ. അവരനെ ശല്യം ചെയ്യാതിരിക്കാൻ, അത് ശബ്ദം കൊണ്ടുപോലും ശല്യം ചെയ്യാതിരിക്കാൻ, അതിലാകട്ടെ മത്സരങ്ങൾ. നമുക്കിനിയെങ്കിലും നമ്മുടെ നാടിനെ പറ്റി അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം. ഏറ്റവും വൃത്തിയുള്ള നാടാക്കിക്കൊണ്ട്. അത് നിങ്ങൾ ഓരോ